അപ്പോൾ ഗൈസ് ഞാൻ എന്നും ചെയ്യുന്ന പോലെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പെസിഫിക് ഫ്രൂട്ടുണ്ട്, പോമല്ലോ എന്ന് പറയുന്നത് ഒരു വലിയ ഫ്രൂട്ടാണ്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അഞ്ചോട് പറഞ്ഞു, അഞ്ചു എനിക്ക് ഈ പോമല്ലോ വാങ്ങിച്ചു തരാം. അപ്പോൾ അഞ്ചു പറഞ്ഞു പോമല്ലോ വാങ്ങിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്, അർജുൻ മാമൻ്റെ വീട്ടിലുണ്ടല്ലോ പോമല്ലോ ട്രീ. അപ്പോൾ ഞങ്ങളത് പറിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോയി. ഞാൻ കണ്ടിട്ടില്ല റിയൽ ലൈഫ്, ഞാൻ വീഡിയോസിലേ ഒന്ന് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുക നല്ലതാണോ ചീത്തയാണോ എന്ന്. പിന്നെ ഞാൻ റേറ്റും കൊടുക്കും. അപ്പോൾ ഗൈസ് ഞാൻ പോമല്ലോ ട്രീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ പുറകെ ഇരിക്കുന്നതാണ് പോമല്ലോ. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നത് കമ്പിളി നാരങ്ങ എന്നാണ്, ഇംഗ്ലീഷിലാണ് പോമല്ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് പോമല്ലോ, ഞങ്ങളിത് വിളിക്കുന്നത് കമ്പിളി നാരങ്ങ എന്നാണ്. അപ്പോൾ ഗൈസ് ഇത് ഇത്രയും വലുതാണിത്. അപ്പോൾ ഇത് പറിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് കമ്പിളി നാരങ്ങ. അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അകം നോക്കാം. ഗൈസ് പോമലോ മുറിക്കാൻ പോവാണ്. രണ്ട് വെറൈറ്റി ഉണ്ട് പോമലോൻ്റെ, റെഡും വൈറ്റും. പിന്നെ ഏതാണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഏത് വെറൈറ്റി ആയിരിക്കും? മോള് ചെറിയ ഇങ്ങനെ പോലെ ഇരിക്കുന്ന അകത്ത് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകം തുറക്കുമ്പോഴായിരിക്കും ഏത് കളറാണെന്ന് കാണുന്നത്. അകം അപ്പോൾ ഇത് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അകം പിങ്ക് ആണെന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ അകം റെഡാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ പിങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് പോമല്ലോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഓറഞ്ചിൻ്റെ പോലെ ഔട്ടർ ലെയർ ഉള്ള, എന്നാലും കൂടുതൽ കട്ടിയുള്ള ഒരു ഔട്ടർ ലെയർ ഉള്ള ഓറഞ്ചിനെ കട്ടി. അപ്പോൾ അകം കഴിക്കേണ്ട എന്താണ്, ഔട്ടർ ലെയർ ഒരു കയ്പുണ്ട്. അതുകൊണ്ട് ഇത് തുറന്നിട്ട് അകം കഴിക്കാം. അപ്പോൾ 5 ഔട്ടർ ലെയർ മാറ്റിയിട്ട് അകം എടുക്കാൻ പോവാ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. ഒരു ചെറിയ ഇങ്ങനെയാണ്. ഒരു പുളിപ്പും പിന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഓറഞ്ചിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. ഞാൻ വിചാരിക്കുന്ന ഉപ്പും പിന്നെ സ്പൈസി സാധനങ്ങളും വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് റേറ്റ് ചെയ്യുന്ന ഒരു 9 ഔട്ട് ഓഫ് 10 ആണ്. അല്ല, ബൈ.